കൊട്ടാരക്കരയിൽ ഒരു ഇലക്ഷൻ. അല്ല, അത് ഈ ഇലക്ഷനെ മാത്രം ബേസ് ചെയ്തല്ല കേട്ടോ. അല്ല, കൊട്ടാരക്കരയിൽ ഒരു ഇലക്ഷൻ, അവിടെ അഖിൽ മാരാർ പേര് പല കോണിലും കേൾക്കും. ഞാൻ ഉള്ളത് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരുപാട് യൂട്യൂബേഴ്സും പലരും ചർച്ച ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, കൊട്ടാരക്കര 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 എന്ന്. എനിക്ക് വേറൊരു മണ്ഡലം ഇല്ലേ കേരളത്തിൽ മത്സരിക്കാൻ? എനിക്ക് മനസ്സിലാവാത്തത്, ഞാൻ കൊട്ടാരക്കര തന്നെ മത്സരിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമല്ലോ. അല്ലെ, ഇത് മത്സരിക്കാന്ന് പറയല്ല, എല്ലാവരുടെ ചർച്ചകളിലും ഈ കൊട്ടാരക്കര എന്ന് പേര് കിടക്കുന്നുണ്ട്. അഖിൽ മാരാർ ഇതിനെ എതിർത്തിട്ടില്ല എന്നുള്ളതാണ്. അല്ല, ഞാൻ പറയാം, ഇപ്പം അല്ല, കൊല്ലത്തൊക്കെ എൻ്റെ പേര് നിങ്ങൾ യൂട്യൂബ് ചുമ്മാ സെർച്ച് ചെയ്ത് നോക്ക്, മുകേഷിനെതിരെ അഖിൽ മാരാർ, അങ്ങനെ ആരൊക്കെ വീടിയിട്ടുണ്ട്. ഏത് പാർട്ടി? ഞാൻ ആരോ എന്നോട് പറഞ്ഞു, ഏത് പാർട്ടി? ഒരു മിനിറ്റ്, അല്ല, ആരോ എന്നോട് പറഞ്ഞു യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ RPM വാല്യൂ ഉള്ള ഒരാളാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞ് വീഡിയോ ഇട്ടാൽ നല്ല പൈസ കിട്ടും. ഇപ്പം തന്നെ ഈ കേസ് വന്ന സമയത്ത് ഞാൻ ജീവപര്യന്തമാണ് അല്ലെങ്കിൽ ഇപ്പോൾ ആകത്താവും എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തേക്കുന്ന ഒരുപാട് പേര് 4-5 വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരാൾ തന്നെ. അപ്പം പക്ഷേ ഇവരാരും എനിക്ക് ജാമ്യം കിട്ടിയെന്ന് വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ അവരുടെ ജീവിതമാർഗ്ഗമാണല്ലോ, അവർ വീഡിയോ ചെയ്തോട്ടെ, അത് നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ എൻ്റെ യൂട്യൂബിൽ വീഡിയോ ചെയ്യാറുമില്ല അങ്ങനെ ഇപ്പോഴും. ഇതില്ല, എൻ്റെ ലൈവ് ആക്ച്വലി യൂട്യൂബിലോട്ട് ലൈവ് ഇടുന്നവരെടുത്ത് ഇടുകയാണ്. എൻ്റെ മോട്ടോറൈസേഷനൊക്കെ പോയി കിടക്കും കേട്ടോ, ഞാൻ നോക്കാറുമില്ല. നമ്മളൊരു സുഹൃത്ത് പയ്യൻ നോക്കുന്നുണ്ട്, അവന് പൈസ വല്ലതും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് പറയാൻ മാത്രം യൂട്യൂബ് ഇട്ടേക്കാണ്. 1 രൂപയും ഞാൻ യൂട്യൂബിൽ നിന്ന് അങ്ങനെ എടുക്കുന്ന ഒരാളല്ല, അതിനൊന്നുമില്ല, പൈസയൊന്നുമില്ല, ഇടാറുമില്ല. അപ്പോൾ ഇപ്പം എന്താണെന്ന് ചോദിച്ചത്, ഈ കൊട്ടാരക്കര. അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്, പലയിടത്തും നമ്മുടെ പേര് വെച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഈവൻ തൃപ്പൂണിത്തറയിലെ കേസ് ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്ത തവണ ബാബു സാറ് മത്സരിക്കുന്നില്ല. അവിടെ എനിക്കൊരു ചോദ്യം ഉണ്ടെന്നേ. അല്ല, ഞാൻ പറയാം, ഒന്ന് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരടുത്തും ഈ പറയുന്ന കണക്ക് നിയമസഭയിൽ മത്സരിക്കുന്ന കാര്യത്തെക്കുറിച്ചോ ഇതൊന്നും ഞാൻ സംസാരിച്ചിട്ടുമില്ല. എനിക്ക് സത്യത്തിൽ അത്തരത്തിലൊരു ഐഡിയയും ഇല്ല, നിലവിൽ അങ്ങനെ ഒരു ഐഡിയയും ഇല്ല. എനിക്ക് തന്നെ എൻ്റെ ഭാവി ഇപ്പോൾ എന്താണെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ്. അപ്പം എനിക്ക് സിനിമയിൽ പ്രോജക്റ്റുകളുണ്ട്, അഭിനയിക്കാൻ പ്രോജക്റ്റുകളുണ്ട്, ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഞാൻ ഇതുവരെ മൂവ് ചെയ്തിട്ടില്ല. പലർക്കും പറയുന്ന അഡ്വാൻസ് മേടിച്ചിട്ട് സമയം കിട്ടിയിട്ടില്ല. കഴിഞ്ഞ മാസം വരെയും ഫിനാൻഷ്യലി വലിയ കുഴപ്പമില്ലാത്ത വർക്കുകൾ എനിക്ക് വരുന്നുണ്ടായാൽ വേണ്ടി ഞാൻ ചിന്തിച്ചു, ജീവിതത്തിൽ ജീവിക്കാൻ പൈസ വേണം. ഇപ്പോൾ എത്രയോ പേരെ സഹായിക്കുന്നുണ്ട്, എത്രയോ പേർക്ക് ഞാൻ മൂലം പ്രയോജനം ഉണ്ടെന്നുള്ള കാര്യം എനിക്കും അവർക്കും മാത്രം അറിയാം. എൻ്റെ അച്ഛന് ക്യാൻസർ വരുന്നു, പണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ നെട്ടോട്ട് ഓടിപ്പോയേനെ. ഇന്നിപ്പം നമുക്ക് ആ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നു. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരു പ്രശ്നം വന്നാൽ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം വരുന്നു. അതുകൊണ്ട് സംവിധായകനാകണോ നടനാവണോ, ഇപ്പോൾ കിട്ടുന്ന വർക്ക് കളയാതെ ആ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കണം, ഇങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻ നമുക്കുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിലൂടെയാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നത്. പലപ്പോഴും അതുകൊണ്ട് നമുക്ക് ദോഷമാണ് സംഭവിച്ചിട്ടുള്ളത്, ദോഷമാണ്. റീച്ച്, പബ്ലിസിറ്റി ഒന്നും ബിഗ് ബോസ് ജയിച്ചിറങ്ങിയ അഖിൽമാരാർക്ക് ആവശ്യമില്ല. അതിന് മുൻപായിരുന്നുണ്ടെങ്കിൽ നിലനിൽപ്പിന് ഇതൊക്കെ ആവശ്യമുണ്ടെന്ന് പറയാം. ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങി വലിയൊരു ജനതയുടെ ഇഷ്ടം കിട്ടുന്നു, വലിയൊരു വോട്ട് കിട്ടുന്നു, സോഷ്യൽ മീഡിയയിൽ വലിയ ട്രെൻഡിങ് ആയിട്ട് നമ്മൾ മാറുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് നാട്ടുകാരെ വെറുപ്പിക്കത്തക്ക സിനിമാ മേഖല ആയിക്കോട്ടെ, ഇപ്പോൾ ഏഷ്യാനെറ്റിനെതിരെയാണ് ഞാൻ കഴിഞ്ഞ വർഷം ഒരു ആരോപണം ഉന്നയിക്കുന്നത്. എനിക്കവരെ ആവശ്യമില്ല. ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് ചാനൽ, ആ ചാനൽ എനിക്ക് നാളെ സിനിമ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു പടം കൊണ്ട് ഞാൻ അവരെ കാണണ്ടേ? എനിക്ക് മുന്നോട്ട് പോകുമ്പം അവരെ എന്തിനാണ് ഞാൻ ശത്രുക്കളാക്കുന്നത്? ഇന്ന് ഞാൻ അന്ന് ആരോപണം ഉന്നയിച്ച് എല്ലാവരും ചാനലിൽ നിന്ന് പുറത്താക്കി. ഒരൊറ്റ ഒരാൾ ഇന്ന് ചാനൽ അഖിൽമാരാർക്കെതിരെ ഉണ്ടായ ആരോപണം പാല് കൊടുത്ത കൈക്ക് കൊത്തിയെന്നാണ്. അല്ല, അത് ഞാൻ 2 കാര്യം പറയാം. നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നു വരാതിരിക്കുന്നു എന്നുള്ള ആ പോയിന്റിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഇപ്പം ഞാൻ രോഹിത്തിൻ്റെ അടുത്ത് പറയുകയാണ്, രോഹിത്തെ നിനക്ക് താണ്ട ഇന്നടത്ത് ഒരാൾ നിന്നെ വിളിക്കുന്നുണ്ട്, ജോലിക്ക് അവിടെ ഒരു അവസരമുണ്ട്. അവസരം ഉണ്ടെന്നുള്ളത് മാത്രമായിരിക്കും ചിലപ്പോൾ ഞാൻ പറയുന്നത്. അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ആ കമ്പനിയെ ഏറ്റവും മികച്ച രീതിയിൽ നീ എത്തിച്ചതിന് ശേഷം ആ കമ്പനി ഒരു വലിയ തെറ്റ് നടക്കുകയാണ്, ആ കമ്പനിയുടെ മുതലാളിയുടെ ഒരു വലിയ മോശം പ്രവൃത്തി നീ കാണിക്കുകയാണ്. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മിണ്ടാതിരിക്കാം. പക്ഷേ നിനക്ക് തുറന്നു പറയുന്നിടത്ത് നിനക്കൊരു വ്യക്തിത്വം ഉണ്ടാവും. ഞാൻ അതേ ചെയ്തുള്ളൂ. അൾട്ടിമേറ്റ്ലി ഏഷ്യാനോട് നമുക്ക് നന്ദി ഉണ്ടായിരുന്നു. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അവർ നമുക്കൊരു അവസരം തന്നു. പക്ഷേ അവസരം മാത്രമേ തന്നിട്ടുള്ളൂ. 21 പേർക്ക് കിട്ടിയ ഈക്വൽ അവസരം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. എന്നെ എപ്പോഴും പുറത്താക്കാൻ നോക്കിയിട്ടുള്ളതാണ് കേട്ടോ പല കണ്ടന്റുകൾ എടുത്തത്. പക്ഷേ 20 ലക്ഷത്തിൽ പരം പേർ കൊതിച്ച ഇതിൽ നിന്നാണ് 21 പേരിൽ താങ്കളായത്. അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്നെ വേണമെന്ന് തോന്നി. അൾട്ടിമേറ്റ്ലി അതല്ലേ. ഇപ്പം രോഹിത്തിന് നന്നായിട്ട് അറിയാം. രോഹിത്ത് നമ്മൾ വലിയ അടുപ്പമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു അവതാരകനാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രോഹിത്ത് വിളിച്ച സമയത്തൊന്നും എനിക്കൊരു ഇൻ്റർവ്യൂ തരാൻ പറ്റിയിട്ടില്ല. കാര്യം എന്താ, എനിക്ക് പെയ്ഡ് ഇൻ്റർവ്യൂസ് ഇഷ്ടം പോലെ കിട്ടുന്നു. അതെ, ഉറപ്പായിട്ടും. അപ്പം ആ സമയത്ത് ഞാൻ ഓക്കെ നമുക്കവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വരാം. അപ്പം ആ വാല്യൂവിനെ, അതെന്തുകൊണ്ടാണ് പെയ്ഡ് വാല്യൂ വരുന്നത്? അവർക്ക് നമ്മളെ വിളിച്ച് ചെയ്താൽ സ്പോൺസേഴ്സിനെ കിട്ടുന്നു. റീച്ചൊന്നും അല്ല കേട്ടോ, റീച്ചൊക്കെ ഓക്കെ, നമുക്ക് ഇതിനെക്കാട്ട് റീച്ച് കിട്ടുന്ന പല ആൾക്കാരും. പക്ഷേ ഒരു സ്പോൺസർ വാല്യൂ കിട്ടുന്നു, അവർക്ക് അതിന് പ്രയോജനം ഉണ്ടാകുന്നു, അതിനുശേഷം റീച്ച് കിട്ടുന്നു, സെക്കൻഡ് റീച്ച് കിട്ടുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് അതിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ അത് സഹായിക്കുകയല്ല. സഹായിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒന്നുമില്ലാതെ നമ്മൾ നടക്കുന്ന സമയത്ത്, നമ്മളെ ആരും ഇല്ലാത്ത സമയത്ത്. ഇപ്പോൾ രോഹിത് എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്നു, ഞാൻ ആരുമല്ല. 2018 എൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ളവരൊക്കെ ഉണ്ട്. ആ സമയത്ത് ഞാൻ ആരുമല്ല. അപ്പം അത് നമ്മളെ സഹായിക്കാനാണെന്ന് പറയാം. പക്ഷെ മറ്റേതല്ല.
അവിടെ ബിഗ് ബോസിൽ എത്തിയ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മളെ അവർ എടുക്കണോ വേണ്ടോ തീരുമാനിക്കുന്നത് നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ട് കണ്ടന്റ് കൊള്ളാം. ഞാൻ ബിഗ് ബോസിൽ നിന്ന് അഖിൽമാരാർ ഇറങ്ങുന്നു, രണ്ടാമത്തെ ദിവസം ഞാൻ താങ്കളെ വിളിക്കുമ്പോൾ നമുക്കൊന്ന് ഇരിക്കണ്ടേ എന്ന ചോദ്യത്തിന് അഖിൽമാരാർ എന്നോട് തിരിച്ചു പറഞ്ഞ മറുപടി, എനിക്ക് ഇന്ന ചാനൽ ഒരു എമൗണ്ട് ഓഫർ ചെയ്തിട്ടുണ്ടടാ, നമുക്ക് എന്താ ചെയ്യും? അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ അത് ചെയ്യൂ. ഞാൻ പറഞ്ഞ മറുപടിയാണ്, ചേട്ടാ അത് ചെയ്യൂ. പിന്നീട് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. നമ്മൾ അതിനുശേഷം ഒരുപാട് തവണ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്, ഫോൺ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു അവസരം വന്നു, ഞാനിപ്പം നമ്മളിങ്ങനെ ഇന്റർവ്യൂ പലരും ചോദിച്ചു, രാഷ്ട്രീയം അറിയാവുന്ന ഒരാളുടെ കൂട്ടത്തിൽ ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നത്, എന്തൊക്കെ വിമർശനാത്മകമായ ചോദ്യങ്ങൾ രോഹിത്തിന്റെ മനസ്സിലുണ്ടോ ചോദിച്ചോളൂ, ഒരു അതിനകത്ത് നമുക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അത് വളരെ ഞാൻ ഇതിനകത്ത് കുറേ തെറ്റിദ്ധാരണകൾ പല വിഷയങ്ങളും വരുന്നുണ്ട്. എനിക്ക് വലിയ വിഷമം തോന്നിയൊരു കാര്യമാണ് ഇപ്പോഴത്തെ സംഭവം എന്ന് പറയുന്നത്. അതായത് അഖിലിനെ നമുക്കറിയാം, അയാൾ ഒരിക്കലും ഒരു രാജ്യദ്രോഹിയൊന്നുമല്ലടേ അയാൾ. പക്ഷേ ഈ പറഞ്ഞ കാര്യം തെമ്മാടിത്തരാൻ നമുക്ക് യോജിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഒരു മിനിറ്റിൽ താഴെ നിൽക്കുന്ന ഒരൊറ്റ വരിയിൽ ഇന്നലെ വരെ എൻ്റെ പോസ്റ്റുകളും എൻ്റെ എഴുത്തുകളും എടുത്തു വെച്ച് ആഘോഷിച്ചിട്ടുള്ള, ഇപ്പം ഈ നിയമസഭയെ മത്സരിക്കണമെന്ന് ചോദിച്ചു, ഞാനാണോ പറഞ്ഞത്? എടുത്തു വെച്ച് നോക്കൂ രോഹിത്തെ, പല പൊളിറ്റിക്കൽ വിഷയങ്ങളിൽ ഞാൻ ഇടപെട്ടപ്പോൾ അതിൻ്റെ അടിയിൽ ആൾക്കാർ എഴുതിയേക്കുന്ന കമന്റുകൾ. ഞാനൊരു ഒറ്റ ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അഖിൽമാരാർ എവിടെയെങ്കിലും നിയമസഭയിൽ മത്സരിച്ചാൽ അത് BJP ടിക്കറ്റിൽ മത്സരിക്കുമോ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കും? കാരണമുണ്ട്, ചോദ്യത്തിന് കാരണമുണ്ട്. താങ്കൾക്ക് ജാമ്യം കിട്ടിയ പോസ്റ്റിൽ താങ്കൾ നന്ദി പറഞ്ഞിരിക്കുന്ന ആളുകളുടെ പേരാണ് VD സതീശൻ, രമേശ് ചെന്നിത്തല, സുരേഷ് ഗോപി, പേര് പറയാത്ത BJP നേതാക്കന്മാർ, പിന്നെ താങ്കളുടെ അഭിഭാഷകൻ. അവർക്ക് തട്ടുകേട് വരണ്ടെന്ന് കരുതിയിട്ടാട്ടോ. ഞാൻ ചോദിക്കണം, സ്വാഭാവികമായും കോൺഗ്രസ് രാഷ്ട്രീയത്തിലും താങ്കൾ പ്രവർത്തിച്ചിട്ടുണ്ട്, BJP രാഷ്ട്രീയത്തിൽ ഇത് അതിനകത്തൊരു ഇപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ നിലവിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പറല്ല. എനിക്ക് ഇപ്പോഴല്ലേ ഇത് പറയാൻ പറ്റൂ. ഞാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ള ആർക്കാണ് രോഹിത്തെ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ളത് രോഹിത്തിൻ്റെ ഒരു അഭിപ്രായത്തിൽ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ളതോ? ഇന്ത്യയിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ളത് നമ്മുടെ ഒരു സ്വതന്ത്ര പൗരന് മാത്രമാണ് ഏറ്റവും സ്വാതന്ത്ര്യം. ബാക്കി ആർക്കും അതില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അതില്ല. അയാൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. കാര്യം എല്ലാം തുറന്നു പറയാൻ പറ്റും, സർക്കാരിനെതിരെ പറയാൻ പറ്റത്തില്ല. ലിമിറ്റേഷൻസ് ഉണ്ട്. പട്ടാളക്കാർക്കുണ്ട്, പ്രധാനമന്ത്രിക്കുണ്ട്. പ്രധാനമന്ത്രിക്ക് വന്ന് വായി തോന്നുന്നു വെറും ഒരു സ്വതന്ത്ര പൗരനല്ല അഖിൽമാരാർ. അല്ല, ഞാൻ ഭാരത പൗരൻ്റെ അടിസ്ഥാനത്തിൽ സെലിബ്രിറ്റി ഇതൊക്കെ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ സെലിബ്രിറ്റി ഒന്നുമില്ല. നമ്മളെല്ലാം തുല്യരാണ്. ചിലപ്പോൾ നമ്മളെ കൂടുതൽ പേര് തിരിച്ചറിയുന്നു എന്നുള്ളതുണ്ടാവാം. നമ്മളെ ഇഷ്ടപ്പെടുന്നവരെണ്ണം ചിലപ്പോൾ കൂടുതലാവും, വെറുക്കുന്നവരെണ്ണം അതിൽ കൂടുതലുണ്ടാവും. രണ്ടായാലും ഭരണഘടന പ്രകാരം നമ്മളൊരു സ്വതന്ത്ര പൗരനാണ്. ഈ സ്വതന്ത്ര പൗരന് ആകെ പറയാൻ പറ്റുന്നത് സ്വതന്ത്ര അഭിപ്രായങ്ങളാണ്. ഇതിൽ എനിക്ക് എല്ലാവരെയും ഒരേപോലെ സ്വീകരിക്കാം. എനിക്കിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരായിട്ട് സൗഹൃദം ഇല്ലാത്തതുകൊണ്ടാണ്, അധികം ആശയപരമായിട്ട് ഞാൻ ഒരിക്കലും ചേരാത്ത ഒരു വിഭാഗമായതുകൊണ്ടാണ് ഞാൻ അവരത് ആഗ്രഹിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? എന്നെ പൊതുവെ അവരുടെ വേദികളിൽ നാളിതുവരെ വിളിച്ചിട്ടുമില്ല. എത്രയോ കാലങ്ങളായിട്ട് എൻ്റെ ബേസിക് രാഷ്ട്രീയം ഞാൻ എല്ലായ്പ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമാണ് എനിക്കുള്ളത്. കാര്യം ഇന്ന് കേരളത്തിലുള്ളത് കമ്മ്യൂണിസം അല്ലല്ലോ. ഇപ്പോൾ ഈ പാർട്ടി എന്താ നിലനിൽക്കുന്നത്? ചൈനയിലെ കമ്മ്യൂണിസം കേരളത്തിലേക്ക് കൊണ്ടുവരാണ്, മുതലാളിത്തം. ഇപ്പം അതിനകത്ത് കാര്യമെന്ന് പറഞ്ഞാൽ, പണ്ട് സമയത്ത് കമ്മ്യൂണിസം ഏറ്റവും താഴെത്തട്ടിലുള്ളവന് വേണ്ടിയിട്ട് വാദിക്കുമായിരുന്നു. ഇന്നത്തെ കമ്മ്യൂണിസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, താഴെത്തട്ടിലുള്ളവന് വേണ്ടി വാദിച്ചാലും വാദിച്ചില്ലെങ്കിലും ഇവൻ എല്ലാ കാലവും ഞങ്ങൾ അടിമകളാണെന്നും ജാതി പറഞ്ഞ് ഇവനെ ഞങ്ങളെ കൂടെ കൂട്ടിയാൽ മതി എന്നുള്ള ടെക്നിക്ക് കിട്ടിയിട്ട് മധ്യവർത്തികളായിട്ടുള്ളൊരു വിഭാഗത്തെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ കഴിഞ്ഞു. ഈ മധ്യവർത്തികൾക്കാണല്ലോ വണ്ടികളും ഒക്കെ ഉള്ളത്. ഇപ്പോൾ റോട്ടിൽ ഇറങ്ങുമ്പോൾ പ്രശ്നം വരുന്ന വണ്ടിയുള്ളവനാണ്. ബസ്സിൽ പോകുന്നവൻ റോഡ് പൊളിഞ്ഞ് കിടന്നാൽ അവൻ അത്രയും ചീത്ത വിളിക്കത്തില്ല, കാർ എടുത്തവൻ ചീത്ത വിളിക്കും. അപ്പോൾ ഈ മധ്യവർത്തികളെ കൂടെ നിർത്താൻ പിണറായി ശ്രമിച്ചതോടുകൂടി, കോർപ്പറേറ്റുകൾക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതോടുകൂടി ഇപ്പം കേരളത്തിലുള്ളത് കമ്മ്യൂണിസമേ അല്ല. ഇപ്പോൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസം ഏഴായാലത്തും ഇല്ല തന്നെ. അതുകൊണ്ട് ഇപ്പോൾ അവരോട് വിരോധം വെച്ചാൽ അവരോട് വിരോധവുമില്ല. പഴയ കമ്മ്യൂണിസത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, നാട് നന്നാവുമ്പോൾ ഇവർക്ക് പ്രശ്നമുണ്ടായിരുന്നു. ഇവരുടെ കാഴ്ചപ്പാട് വേറെയായിരുന്നു. വികസനം ഇവർക്ക് മനസ്സിലാവത്തില്ലായിരുന്നു. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഇപ്പോൾ ഈ നിലവിൽ എനിക്ക് സുരേഷ് ഗോപിയെ അനുകൂലിക്കാം. കാര്യം ഞാൻ കോൺഗ്രസിൻ്റെ മെമ്പറല്ല. നിലവിൽ എനിക്ക് VD സതീശനെ അനുകൂലിക്കാം. കാരണം ഇവരെല്ലാം എനിക്കൊരു ആപത്ത് വന്നപ്പോൾ എൻ്റെ കൂടെ നിന്നവരാണ്.